ഈ ഹിസൈന സബുലൊക്കെ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ശരിക്ക് വരി എഴുതിയിട്ടാണോ ട്യൂൺ ചെയ്യേണ്ടത്, ട്യൂൺ ചെയ്തിട്ടാണോ വരി എഴുതേണ്ടത് എന്നുള്ള ഇങ്ങനെ തർക്കങ്ങളും രണ്ട് തരത്തിലുള്ള പാട്ടുകളും നമുക്ക് ഒരുങ്ങിയിട്ടുള്ളത്. ഈ സിനിമയിൽ അങ്ങനെ രണ്ട് തരത്തിലുള്ള പാട്ടുകളുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയായിരുന്നു? അത് അതിൻ്റെ കഥ തുടങ്ങുന്നത് തന്നെ പിന്നെ രാമനിലയത്ത് വെച്ച് പിന്നെ ഞാൻ ഒരു പാട്ടിൻ്റെ പല്ലവി ഇങ്ങനെ ലോഹിക്ക് പാടിക്കൊടുക്കുകയായിരുന്നു. എൻ്റെ ഒരു പാട്ട് ഗോപിക വസന്തം എന്നുള്ളത് വേറൊരു രീതിയിൽ എനിക്ക് പാടാൻ പറ്റില്ല. ഞാൻ അന്ന് വേറൊരു രീതിയിലുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പാടിക്കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതാണ് കഥ എന്നോട് പറഞ്ഞത്. ഇനിയും നമ്മൾ പാട്ട് തുടങ്ങുന്നു. ഈ പാട്ടിലുള്ള കഥയാണ് കഥ. ഗോപിക വസന്തം തേടി വനമാലി, നവനവ ഗോപിക വസന്തം തേടി വനമാലി. അതാണ്. അന്ന് വൈകുന്നേരം ഞങ്ങൾ റിവേറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് വരി എഴുതിയിട്ടാണ് ആ പാട്ട് അങ്ങനെ ട്യൂൺ ചെയ്തിട്ടുള്ളത്. അതെ.